കണ്ണൂർ ഇരിട്ടിയിൽ റോഡിന് കുറുകെ വൻമരം കടപുഴകി വീണു. മാക്കൂട്ടം അന്തർ സംസ്ഥാന പാതയിലാണ് സംഭവം. റോഡിൽ വാഹനം കുറവായതിനാൽ വലിയ അപകടം ഒഴിവായി. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി. പ്രദീപ് നാരായണ വാർത്തയോട് വരുന്നു. പ്രദീപ്, അത്ഭുതകരമായ എസ്കേപ്പിന്റെ രണ്ടാമത്തെ ദൃശ്യം നമ്മൾ കാണുകയാണ്. ഒരു പൊടിക്ക് ഇങ്ങോട്ട് ആയിരുന്നെങ്കിൽ ആ കടക്കാതിരുന്ന ആൾക്കാരുടെ മേത്തോട്ടൊക്കെ വീണേ, പക്ഷെ ഒന്നും ഉണ്ടായില്ല. ആ റോഡിൽ വാഹനങ്ങളും അധികം ഉണ്ടായതെന്ന് തോന്നുന്നു അല്ലേ? ഹാഷ്മി, അതായത് കണ്ണൂർ ഇരിട്ടി മാക്കൂട്ടം അന്തർ സംസ്ഥാന പാതയിൽ ഇന്നലെ വൈകിട്ടാണ് ഇങ്ങനെ ഒരു അപകടമുണ്ടായത്. വലിയൊരു മരം കടപുഴകി വീഴുന്നു. സാധാരണഗതിയിൽ ശക്തമായ മഴ അല്ലെങ്കിൽ കാറ്റൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ മരം ഒടിഞ്ഞു വീണുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇന്നലെ ഈ അപകടം നടക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. വള്ളിത്തോട് ആനപ്പന്തി കവലയിലാണ് ഇങ്ങനെ അപകടമുണ്ടായത്. ആ റോഡ് മുഴുവനായും കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ മരം വീണിരിക്കുന്നത്. തൊട്ടിപ്പുറത്ത് കടയുണ്ട്, കടയിൽ ആളുകളുണ്ട്. അങ്ങനെയൊന്നും ആർക്കും അപകടം സംഭവിച്ചില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, ഈ മരം വീഴുന്നതിന് തൊട്ട് മുൻപായി ഒരു കാർ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിനുശേഷം ആ കവലയിൽ നിന്നും മറ്റൊരു ഭാഗത്തു നിന്നും ഒരു സ്കൂട്ടർ വരുന്നുണ്ട്. ആ സ്കൂട്ടർ ഈ മരം വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാവണം പെട്ടെന്ന് നിർത്തുന്നു. അതുകൊണ്ട് അപകടം ഒഴിവാകുന്നു. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ അപകടം നടക്കുന്ന സമയത്ത് അധികം വാഹനങ്ങളൊന്നും ഈ നിരത്തിൽ കണ്ടില്ല. പക്ഷേ ഇത് അന്തർ സംസ്ഥാന പാതയായതിനാൽ നിരന്തരം വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണ്. ഒരുപക്ഷെ ഞായറാഴ്ച ആയതിനാലായിരിക്കാം കഴിഞ്ഞ ദിവസം വാഹനങ്ങൾ കുറഞ്ഞതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം വഴിമാറിയത്. എന്തായാലും വൻമരം കടപുഴകി വീണു. അത്ഭുതകരമായാണ് തൊട്ടടുത്തുള്ള കടയിലുള്ള ആളുകൾ രക്ഷപ്പെട്ടത് എന്ന് വേണമെങ്കിൽ പറയാം. ഹാഷ്മി, മാത്രമല്ല ഒരു കാർ കടന്നു പോകുന്നുണ്ട്. ആ കാർ കടന്നു പോകാൻ വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു ആ മരം വീഴാൻ. ആ കാറിന് മുകളിലോട്ടൊക്കെ ആയിരുന്നു എന്താവുമായിരുന്നു, ദുരന്തമായി പോനെ. അപ്പോൾ എന്തായാലും ആർക്കും ആരുടെ ദേഹത്തോട്ട് വീണില്ല, ആർക്കും പരിക്കില്ല. എന്തായാലും മരം വെട്ടി മാറ്റിയിട്ട് തോന്നുന്നു ഇതിനോടകം തന്നെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.